അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു പച്ച വീട്ടിലെ വിശേഷങ്ങൾ. ഇന്ന് പെരുന്നാളിനോടനുബന്ധിച്ച് ഞങ്ങളൊരു ചെറിയ ട്രിപ്പ് കൊച്ചി വരെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഒരു സങ്കടം മാത്രമേ ഉള്ളൂ, ശരിക്കും പെരുന്നാളായിട്ട് ഒരേ ഒരു ദിവസമാണ് അവധി കിട്ടിയത്. അപ്പോൾ ഇന്ന് എന്തായാലും ലീവ് എടുത്ത് മക്കളായിട്ടൊന്ന് കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ചു. ബാക്കി വിശേഷങ്ങൾ കാണാം. ഇതൊരു ലോ ബഡ്ജറ്റ് ട്രിപ്പാണ്. ലോ ബഡ്ജറ്റ് എന്ന് ഉദ്ദേശിച്ചത് ഞങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ട് മാത്രം യൂസ് ചെയ്തുകൊണ്ട് പോയൊരു ട്രിപ്പാണ്. അപ്പോൾ 9:30 KSRTC സ്റ്റാൻഡിൽ നിന്ന്, തൃശ്ശൂർ KSRTC സ്റ്റാൻഡിൽ നിന്ന് ഞങ്ങൾ സൂപ്പർ ഫാസ്റ്റിൽ പോയി ആലുവയിൽ ഇറങ്ങി. ആലുവയിൽ നിന്ന് ഞങ്ങൾ മെട്രോയിലാണ് പിന്നെ യാത്ര തിരിച്ചത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ ആലുവയിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. എവിടേക്ക് പോകണം, എന്ത് ചെയ്യണം, ഒരു പ്ലാൻ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ പൊളിക്കും. അതെ, MG റോഡിലെത്തി. ഇനി ഞങ്ങൾ വാട്ടർ മെട്രോയിലേക്ക് പോകാനാണ്. MG റോഡിൽ നിന്ന് ഞങ്ങൾ ഒരു ഓട്ടോ പിടിച്ച് ഹൈക്കോടതി ജംഗ്ഷനിലെത്തി. അവിടെ നിന്നാണ് വാട്ടർ മെട്രോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ക്യൂവിൽ നിൽക്കണം. ക്യൂവിൽ നിൽക്കണ്ട, ക്യൂവിൽ ഇരിക്കണം. അങ്ങനെ ഒരു നിശ്ചിത ആൾക്കാരെ മാത്രമാണ് അവർ കയറ്റി വിടുന്നത്. 50 സീറ്റോളം ഇരിക്കാനും 40 പേർക്ക് നിൽക്കാനും, അങ്ങനെ ഒരു 90 പേരെയാണ് അറ്റ് എ ടൈം അവർ കയറ്റുക. അപ്പോൾ അവരങ്ങനെ ആ ഓർഡറിൽ തന്നെ നമ്മളങ്ങനെ കയറ്റി വിടും. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്കാണ് കയറിയത്. ഈ വാട്ടർ മെട്രോയിലേക്ക് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ജിഷയുടെ അമ്മയെ കണ്ടു. ജിഷയെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ? ജിഷയുടെ അമ്മേനെ വഴിയിൽ കണ്ടു. സംസാരിക്കുന്നത് കരുതി. പിന്നെ അവർക്ക് എന്ത് തോന്നുമെന്ന് വിചാരിച്ച് ഞങ്ങളങ്ങനെ പോയില്ല. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വാട്ടർ മെട്രോയിൽ എത്താൻ നമ്മളത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 1:20 എത്തുന്നത്. അപ്പം ഞങ്ങൾ ഫസ്റ്റ് ബോട്ട് പോയി 1:20 കൃത്യം ഞങ്ങളെ വെച്ചിട്ട് അവിടെ ഫില്ലായിരിക്കുകയാണ്. വേണമെങ്കിൽ എനിക്ക് കയറായിരുന്നു, പക്ഷേ ഞാനിവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തു. പിന്നെ ഞാൻ നെക്സ്റ്റ് 1:35 അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഇപ്പോൾ ഞങ്ങൾ ഇരിക്കുകയാണ്. അതുവരെ വെയിറ്റ് ചെയ്തിരിക്കണം.
ഇതാണ് ഫോർട്ട് കൊച്ചി. ഞങ്ങൾ ദേ വാട്ടർ മെട്രോയിൽ ഫോർട്ട് കൊച്ചിയിലെത്തി. ഇനി ഞങ്ങൾ ദേ നടക്കുകയാണ്. ഫുഡ് കഴിക്കണം. അതാണ് ഫസ്റ്റ്. അതെ, 2:30 ഞങ്ങൾ ആദ്യം ഒരു ഹോട്ടൽ തപ്പട്ടെ. അങ്ങനെ ഞങ്ങൾ മട്ടാഞ്ചേരിയിലും ഒന്ന് പോയി. പക്ഷെ അവിടെ ഭക്ഷണം കഴിക്കാനായി നോക്കിയപ്പോഴാണ് പെരുന്നാളിൻ്റെ അവധിയായിരുന്നു മിക്ക കടകളും. പിന്നെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ആ സ്ഥലത്താണ് എൻ്റെ അനിയത്തി ഫൗസി അവളുടെ ഇൻറ്റേൺഷിപ്പിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൾക്ക് അവിടെ കണ്ടപ്പോൾ നൊസ്റ്റു അടിച്ചു എന്ന് നിങ്ങളോട് പറയാൻ പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് നടന്ന് ഈ ഹോട്ടലിൻ്റെ അവിടെ എത്തി. ഇതിനു മുന്നേ ഞങ്ങൾ ഈ ഹോട്ടലിൻ്റെ മുന്നിലൂടെ പോയപ്പോൾ അവിടെ ബിയർ ആൻഡ് വൈൻ പാർലർ എന്നൊക്കെ കണ്ടു. പിന്നെ കുറേ പേര് ഇരുന്ന് കഴിക്കുന്നതും കണ്ടപ്പോൾ അവർ ക്ഷണിച്ചെങ്കിലും ഞങ്ങൾ മൈൻഡ് ചെയ്യാതെ ഇല്ല, ഞങ്ങൾ കയറില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ച് പോകുന്നതാണ്. പിന്നീട് അവിടെ നടന്നെത്തിയപ്പോഴാണ് മനസ്സിലായത് അവിടെ എല്ലാ കടകളും മുടക്കാണെന്ന്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഈ ഹോട്ടലിലേക്ക് തന്നെ വരേണ്ടി വന്നു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കസിനായിരുന്നു ബിയർ ആൻഡ് വൈൻ പാർലർ എന്ന് കണ്ടിട്ടുള്ള ഏറ്റവും ബുദ്ധിമുട്ട്. പക്ഷേ വേറെ നിവൃത്തിയില്ലാതെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിച്ചു. പിന്നെ ഈ വീഡിയോയിൽ ഞങ്ങൾ കൂടുതലും ലൈവ് റെക്കോർഡിംഗ് ആണ് ഈ പ്രാവശ്യം ചെയ്തിട്ടുള്ളത്. അതെങ്ങനെയുണ്ടെന്ന് നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണേ. ഈ ലൊക്കേഷൻ ഏതാന്ന് മനസ്സിലായോ? ഒന്ന് ശരിക്കും നോക്കിയാ ആ ഫിലിം കണ്ടിട്ടുള്ളവരാണെങ്കിൽ മനസ്സിലാവും. അതെ, ഞങ്ങൾ കമൻറ്റ് ചെയ്തു. ഇത് വാസ്കോഡ് ഗാമയുടെ ടോംബിൻ്റെ അവിടെയാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് കംപ്ലീറ്റ് വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല. ഇതാണ് ആ സ്ഥലം.
അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഒരു 8:30 ആയപ്പോൾ തിരിച്ചു. ഞങ്ങളിവിടെ 10:30ക്ക് സ്വിഫ്റ്റിലാണ് ഞങ്ങൾ പോകുന്നത്. കറക്റ്റ് ടൈമിൽ തന്നെ നമുക്കൊരു സ്വിഫ്റ്റ് കിട്ടി. അങ്ങനെ 10:30 ആയപ്പോൾ തൃശ്ശൂരെത്തി. അങ്ങനെ ഞങ്ങളുടെ പബ്ലിക് ട്രാൻസ്പോർട്ട് വഴിയുള്ള ലോ ബഡ്ജറ്റ് യാത്ര സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഗേൾസ് മാത്രം ഉണ്ടായിരുന്ന ഒരു യാത്രയാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.